ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മയിൽ നിർധന കുടുംബത്തിന് സ്വന്തം വീടും ജീവിതവും തിരിച്ചു കിട്ടി. കിഴൂർ ഗ്രാമത്തിലെ ജനകീയ കൂട്ടായ്മയാണ് ഹൃദയാഘാതം മൂലം നിര്യാതനായ മുണ്ടോക്കുളം മണികണ്ഠന്റെ കുടുംബത്തിന് താങ്ങും തണലുമായി മാറിയത്. ഒരു മാസം മുമ്പാണ് ഹൃദയാഘാതം മൂലം മണികണ്ഠൻ നിര്യാതനായത്. ഇതോടെ ഭാര്യ സിന്ധുവും വിദ്യാർത്ഥികളായ മകൻ ശ്രീജേഷ്, മകൾ ശ്രീജില എന്നിവർ നിരാലംബരായി. വീട് ജപ്തിയിലായിരുന്നു. ലോൺ കൃത്യമായി അടയ്ക്കാത്തതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടിയില്ല. നിത്യച്ചിലവുകൾ, കുട്ടികളുടെ പഠിത്തം, വീടിന്റെ ലോൺ തുടങ്ങി കുടുംബമാകെ വിഷമഘട്ടത്തിലായി. ഈ ഘട്ടത്തിലാണ് നാട്ടുകാർ കുടുംബത്തിന്റെ രക്ഷകരായി എത്തിയത്. മുൻ വാർഡ് മെമ്പർ രാജു കൂട്ടാല, രാജകുമാരൻ പന്തലിങ്ങൽ, ഗോപാലൻ, വാസുദേവൻ ഇടക്കാട്ടെ എന്നിവരുടെ നേതൃത്വത്തിൽ മുണ്ടോക്കുളം മണികണ്ഠൻ കുടുംബസഹായ നിധി എന്ന പേരിൽ ഒരു വാട്സാപ്പ് ധനസമാഹരണ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും കിഴൂർ നിവാസികളുടെയും സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹായത്താൽ വെറും 15 ദിവസം കൊണ്ട് 8,31,501 രൂപ സ്വരൂപിക്കുകയും ചെയ്തു. പലിശയും പിഴപലിശയും അടക്കം 12 ലക്ഷത്തിലധികം രൂപയാണ് ലോൺ അടയ്ക്കേണ്ടിയിരുന്നത്. ഭവന നിർമ്മാണ സഹകരണ സംഘം കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് അദാലത്തിൽ ഉൾപ്പെടുത്തുകയും പലിശ, പിഴപലിശ എല്ലാം ഒഴിവാക്കി വൺ ടൈം സെറ്റിൽമെന്റായി 7,16,499 രൂപ അടച്ചാൽ മതിയെന്ന് ബോർഡ് തീരുമാനിക്കുകയും ധനസമാഹരണത്തിലൂടെ കിട്ടിയ തുകയിൽ നിന്ന് ആ തുക അടച്ച് ജപ്തി ഒഴിവാക്കുകയും കൂടാതെ 1 ലക്ഷം രൂപ കിഴൂർ പോസ്റ്റ് ഓഫീസിൽ കുടുംബത്തിന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയും ബാക്കിയുള്ള 15,002 രൂപ ഇവരുടെ നിത്യച്ചെലവിനായി കുടുംബത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനു പുറമെ കിഴൂരിലെ ഒരു മഹത് വ്യക്തി മണികണ്ഠന്റെ കുട്ടികൾക്ക് ജോലിയാകുന്നതുവരെ അവരുടെ കുടുംബത്തിന്റെ നിത്യച്ചെലവിനുള്ള തുക മാസാമാസം തൃക്കിടീരി സേവാഭാരതി യൂണിറ്റ് മുഖാന്തരം അവരുടെ വീട്ടിൽ ഏൽപ്പിക്കാമെന്നും തീരുമാനമായി. മണികണ്ഠന്റെ വീടിന്റെ ആധാരം കിഴൂരിലെ എക്സ് സർവീസ് മുതിർന്ന അംഗം ബാലകൃഷ്ണൻ കുഞ്ചിരിത്തൊടിയും 1 ലക്ഷം രൂപയുടെ FD എക്സ് സർവീസ്മെൻ അംഗം മാധവൻകുട്ടി പന്തലിങ്ങലും ബാക്കിയുള്ള സംഖ്യ 15,002 രൂപ എക്സ് സർവീസ്മെൻ അംഗം നാരായണൻകുട്ടി എന്നിവരും മണികണ്ഠന്റെ കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ ജയരാമൻ മാസ്റ്റർ, ഹരിദാസൻ എപ്പുറത്ത്, പത്മനാഭൻ പുത്തൻവീട്, വിശ്വനാഥൻ തണൽ, മോഹനൻ ചുണ്ടള്ളി, രാജു SP, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.